തമിഴ്നാട്ടിൽ നിന്ന് കണ്ട ഒരു വ്യത്യസ്തമായ ഒരു ബീവറേജിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ. കാരണം ഞാൻ നമ്മുടെ നാട്ടിലെവിടെയും ഇതുപോലത്തെ ഒരു ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ബീവറേജസ് വിത്ത് ബാർ കണ്ടിട്ടില്ല. ആ ഒരു കാഴ്ചയിലേക്കാണ് അത് രസകരമായ ഒരു ചുറ്റുപാട് കണ്ടതുകൊണ്ടാണ് ഇവിടെ വന്ന് വീഡിയോ എടുത്തത്. ഇത് യാദൃശികമായി സംഭവിച്ചാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ശരിക്കും ഇതൊരു ബാറാണ്. അപ്പോൾ ബാറ് നല്ല ഫുഡൊക്കെ കിട്ടുന്ന അറിഞ്ഞപ്പോൾ വന്നതാണ്. കാരമട എന്ന സ്ഥലത്ത്, അതായത് കാഞ്ചീപുരം പോണ റോഡാണ്. ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ശരിക്കും ഇതൊരു നമ്മുടെ കേരളം പോലെയല്ല. ശരിക്കും ഇവിടെ ഒരു ബാറ് വിത്ത് ബീവറേജ് കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലിക്കറോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവത്തിനാണെങ്കിൽ സെപ്പറേറ്റ് സ്പെഷ്യലായിട്ട് ഒരു വേറൊരു ഏരിയ ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് പോയി നല്ല ഫുഡ്, കാരണം ഫുഡ് എന്ന് പറയുമ്പോൾ ഇപ്പം അത്യാവശ്യം ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ശരിക്കും നമുക്ക് ആവശ്യമുള്ളത് എന്തും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. അത് നമ്മളിലേക്ക് എത്തിച്ചേരാൻ ഒരു സ്പെഷ്യലായിട്ടൊരു ഗൈഡും ഇവിടെ ഉണ്ടാവും. ഈ കാണുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ഹട്ടുകളൊക്കെയും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ പ്ലേസും ഒക്കെ ഈവനിങ് ആകുമ്പോൾ റഷ് ആയി മാറും. ഇവിടെ പ്രത്യേകതരം ഒരു ടൈം പീരീഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ളി ഫ്രീ തന്നെയാണ്. എപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എണീറ്റ് പോയാൽ മതി. ഒരു 10, 15, 20 പേർക്കൊക്കെ ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു പ്ലേസ് ഇവിടെ ഉണ്ട്. മൊത്തത്തിൽ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ഫാമിലിക്കും അങ്ങനെ കാര്യങ്ങൾക്ക് എത്രത്തോളം അലൗഡ് ആണോ അല്ലെങ്കിൽ അത്ര പ്രൈവസി ഉണ്ടോ എന്നുള്ള അറിയില്ല. പക്ഷെ നമ്മുടെ ടീംസിനൊക്കെ പറ്റിയ ഒരു സെറ്റപ്പായി തോന്നി. കാരണം പ്രത്യേകിച്ച് ഇതുപോലത്തെ ഹട്ടുകൾ, ഇതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും അവർ ഈടാക്കുന്നില്ല. നല്ല ഗുഡ് സർവീസാണ്. അതിലെല്ലാ ഹട്ടിനും സിംഗിൾ ആയിട്ടുള്ള വാഷ് ബേസ് കാര്യങ്ങൾ, പിന്നെ നമുക്ക് വേണ്ടുള്ള സൗകര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരു ഗൈഡ് കൂടി ഉണ്ടായിരുന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു കാര്യത്തിൽ അതാണ്. അതായത് ഇവിടെ ഇങ്ങനെ ബീവറേജ് പോലത്തെ സ്ഥലത്ത് ഒരു എന്താ പറയാ, ഒരു ഗൈഡ് നമുക്കായിട്ടുണ്ടാവുക, നമ്മളെ കൊണ്ടിരുത്താനും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് എന്താണ് ആവശ്യം മനസ്സിലാക്കിയിട്ട് നമുക്കിപ്പോൾ ഇനി ലിക്കർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ നേരെ അവിടെ പോയിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിക്കാം. അതല്ല ഫുഡ് മാത്രമാണ് കഴിക്കാൻ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ ഇവിടെ കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൽ അത്യാവശ്യം എല്ലാ മെനൂസും ഉണ്ട്. കാരണം തന്തൂരി, അങ്ങനെ പള്ളിപ്പാളയം, 65, അങ്ങനെ ഒരുപാട് 666 പിന്നെ ഇവിടുത്തെ തമിഴ്നാട്ടിലെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം കൂടി ചേർന്നാണ് ഇവിടെ വരുന്നത്. ശരിക്ക് ഇത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഹട്ടുകൾ, അങ്ങനെ ഓരോ ഹട്ട് സെപ്പറേറ്റ് ആയിട്ട് കാര്യങ്ങൾ. ഇവിടെ ഇതിന് സ്പെഷ്യലായിട്ട് ഒരു ചാർജും തന്നെ ഇവിടെ ഈടാക്കുന്നൊന്നുമില്ല. നമുക്ക് അവിടെ എത്ര നേരം വരെ ഇരിക്കാം, സൗകര്യത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക, എന്ത് വേണമെങ്കിലും അവിടെ ഡെലിവറി ചെയ്യും. അപ്പോൾ ഇനി അവിടെ മദ്യപിക്കുക അങ്ങനത്തെ സാഹചര്യം മാത്രമല്ല. ഇവിടെ അങ്ങനെ ഒരു തമിഴ്നാട്ടിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് കാണുന്നത്. അത് യാദൃശ്ചികയോട് വന്നുപെട്ടാണ്. പക്ഷെ വളരെ രസകരമായി തോന്നി ഇത്. അപ്പോൾ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറയാ, ഞാൻ അതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ കാണിക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. ഓക്കെ.